സാറ് സ്കാൻ ചെയ്തപ്പോഴാ ലിവർ ക്യാൻസർ ആണെന്ന് അറിഞ്ഞത്. അവർക്കത് താങ്ങാൻ പറ്റുന്നൊരവസ്ഥയിലല്ലായിരുന്നു. ബയോപ്സിക്ക് ശേഷം കീമോ ചെയ്തിട്ടില്ല. 4th സ്റ്റേജിലാണ്. ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല, സർജറി ചെയ്തിട്ടും കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. 1 മാസമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ചൊക്കെ മാറ്റം തോന്നുന്നുണ്ട് മാഡം. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മാഡം. ഭക്ഷണം കഴിക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുറേശ്ശെ നടക്കാനും തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലാണ്. നമ്മുടെ കൂടെ പേഷ്യന്റ് റിലേറ്റീവ് ഉണ്ട്. ഇവര് ഒരു പ്രാവശ്യം മെഡിസിൻ കഴിച്ചിരുന്നു. നല്ല വ്യത്യാസമാണ് ഇവർക്കുണ്ടായിരിക്കുന്നത്. നമുക്ക് ആ വ്യത്യാസങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇവർക്ക് എന്ത് ക്യാൻസർ ആണെന്നും അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നെന്നും ഇവർക്കിത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയതെന്നും നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം സർ, സാറിന്റെ പേര്? നമസ്കാരം മാഡം, എൻ്റെ പേര് നരസിംഹം എന്നാണ്. ഓക്കെ. ഞങ്ങൾ വിഹാഭാരത് ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. പേഷ്യന്റ് പേരെന്താ സർ? പേഷ്യന്റ് എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയുടെ പേര് വെങ്കട്ടമ്മ. ഓക്കെ. ഒരു 65 വയസ്സുണ്ടാവും അവർക്ക്. ഓക്കെ. ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ എൻ്റെ അമ്മയെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക്. ഉം. അവിടെ വെച്ചാണ് ലിവർ ക്യാൻസർ ആണെന്ന് കണ്ടുപിടിച്ചത്. ഉം. അതിനുശേഷം വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്തു. ഉം. അമ്മയ്ക്ക് അതൊന്നും താങ്ങാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല. ബയോപ്സി മാത്രമാണ് ചെയ്തത്. വേദന കാരണം കീമോ ചെയ്തില്ല മാഡം. ഉം. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ നല്ലതാണെന്ന് പുറത്തുനിന്ന് റിലേറ്റീവ്സൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചത്. ആദ്യം തന്നെ വന്നപ്പോൾ മരുന്ന് തന്നു. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മാഡം. ഉം. ഇപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ട് മാഡം. ഉം. അവര് ഒറ്റയ്ക്ക് നടക്കാനൊക്കെ തുടങ്ങി, ആഹാരവും കഴിക്കാൻ തുടങ്ങി. സ്റ്റാർട്ടിങ്ങിൽ ഇത് ക്യാൻസർ ആണെന്ന് എങ്ങനെയാ നിങ്ങൾക്കിത് മനസ്സിലായത്? എന്തൊക്കെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ? ലക്ഷണങ്ങൾ വന്നപ്പോഴല്ലേ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് വന്നത്? ഇടയ്ക്കിടയ്ക്ക് വേദന വന്നുകൊണ്ടേയിരുന്നു. ഉം. സാറ് റിപ്പോർട്ടൊക്കെ നോക്കിയപ്പോൾ ലിവർ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. ഉം. വളരെ കഷ്ടം തന്നെയായിരുന്നു. അതും 4th സ്റ്റേജിലായി. ഒന്നും ശരിയാവില്ല, സർജറി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് 1 മാസം മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഉം. ഇപ്പോൾ അമ്മയ്ക്ക് കുറേശ്ശെ മാറ്റം വരുന്നുണ്ട് മാഡം. ഓക്കെ. അങ്ങനെ സാറിനോട് പറഞ്ഞവര് ഇവിടുന്ന് മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്? അവരും കഴിച്ചിട്ട് നല്ല മാറ്റമുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. സാറിന്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നത് ജനറ്റിക് പ്രോബ്ലം ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ളതാണെന്ന് പറഞ്ഞിരുന്നോ? പാരമ്പര്യമൊന്നുമല്ല മാഡം. ഞങ്ങളുടെ കുടുംബത്തിൽ മറ്റാർക്കും ആർക്കും ഇല്ല ഇല്ലല്ലേ? ഇത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ കോൺഫിഡൻസ് ഉം. കുറച്ച് ഓക്കെ. കൂടി തുടങ്ങിയത് മാഡം. ഇപ്പോൾ 1 മാസത്തേക്കാണ് ഉം. മരുന്നൊക്കെ വാങ്ങിയത്. ഇനിയൊരു 6 മാസം കൂടി ഈ മരുന്ന് കഴിച്ചാൽ എല്ലാം പൂർണ്ണമായി ഭേദമാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഉം. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഓക്കെ. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ കോൺഫിഡൻസ് ഒക്കെ കൂടി. ഉം. ഓക്കെ. അതിനുശേഷം അമ്മയ്ക്ക് നല്ല മാറ്റങ്ങളൊക്കെ ഓക്കെ. ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഇങ്ങോട്ട് വരാൻ തുടങ്ങി. ഓക്കെ. ഓക്കെ സർ, ഡോക്ടർ പറഞ്ഞതുപോലെ മെഡിസിൻ കഴിച്ചോളൂ. യൂസ് തീർച്ചയായും. ചെയ്തതിന് ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം സർ. ഓക്കെ. ഓക്കെ. താങ്ക് ശരി. യു. താങ്ക് യു.